ശീതകാല പച്ചക്കറി ഗ്രാമമായി ഇടുക്കി കാന്തല്ലൂരിൽ VFPCKയുടെ പ്രവർത്തനം നിലച്ചതോടെ കർഷകർ ഏറെ പ്രതിസന്ധിയിലാണ്. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിൽ എത്തിച്ച് വിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വിപണി ഇല്ലാതായതോടെ പലരും കൃഷി ഉപേക്ഷിക്കുകയും ചെയ്തു. പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കലവറയാണ് ഇടുക്കിയിലെ കാന്തല്ലൂരും മറയൂരും. 2016 മുതൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കർഷകരിൽ നിന്ന് പച്ചക്കറികൾ സംഭരിക്കാൻ തുടങ്ങി. ഹോർട്ടികോർപ്പ് വഴിയായിരുന്നു വിൽപ്പന. എന്നാൽ ഏതാനും നാളുകൾക്കിടയിൽ VFPCKയുടെ പ്രവർത്തനം നിലച്ചു. സംഭരിച്ച പച്ചക്കറികളുടെ വില പോലും കർഷകർക്ക് കിട്ടാതെയായി. കാന്തല്ലൂരിൽ 13 ലക്ഷത്തോളം രൂപയാണ് VFPCK കർഷകർക്ക് നൽകാനുള്ളത്. വിപണിയില്ലാതായതോടെ പച്ചക്കറികൾ വിൽക്കാൻ കർഷകർക്ക് കഴിയുന്നില്ല. ഇടനിലക്കാർ വഴി തമിഴ്നാട്ടിലെത്തിച്ചാണ് വിൽപ്പന. പലപ്പോഴും ഉൽപാദന ചെലവ് പോലും കർഷകർക്ക് കിട്ടാറില്ല. പച്ചക്കറിയൊക്കെ ഇപ്പോൾ വിൽക്കാൻ ആദ്യം വിപണിയിലെടുത്തായിരുന്നു ഹോർട്ടിക്കൾച്ചറിന്. ഇപ്പം എടുക്കുന്നില്ല. അത് കാരണം ഇപ്പോൾ കുറച്ചേ ചെയ്യുന്നുള്ളൂ, എടുക്കാനില്ല. നിങ്ങളിപ്പോൾ വരുന്നവരെ കുറച്ച് മേടിക്കുന്നുള്ളൂ. തമിഴ്നാട്ടിന് കൊടുക്കുന്നു, കേരളത്തിൽ കൊടുക്കുന്നില്ല. കേരളത്തിൽ പൈസ കൊടുക്കുന്നില്ലല്ലോ ഹോർട്ടിക്കൾച്ചറിന് കൊടുക്കാനായിട്ട്. അത് കാരണം കൊടുക്കുന്നില്ല. കൃഷിയല്ല ചെയ്യാൻ പാടിന്, വാങ്ങാൻ ആളില്ലല്ലോ, പണിക്കാൻ ആടില്ല. അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശീതകാല പച്ചക്കറി ഗ്രാമമായ കാന്തല്ലൂരിനെ കർഷകർ കൈയൊഴിയുകയാണ്. പലരും പച്ചക്കറി കൃഷി ഉപേക്ഷിച്ചു. ചിലർ പഴവർഗ്ഗങ്ങളും വെളുത്തുള്ളിയും മാത്രം കൃഷി ചെയ്യുന്നു. കൃഷിവകുപ്പിന്റെ കെടുകാര്യസ്ഥതയിൽ കാന്തല്ലൂരിന്റെ പച്ചക്കറി പെരുമ അവസാനിക്കുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.